നാരായണസ്തുതിയുമായി തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിലെത്തി. ഇന്നലെ സന്ധ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തി പകർന്നു നൽകിയ ദീപവുമായി മങ്ങാട്ടില്ലം പ്രതിനിധി അനൂപ് നാരായണൻ ഭട്ടതിരിയാണ് തിരുവോണത്തോണിയിൽ വിഭവങ്ങളുമായി എത്തിയത്. പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുവോണത്തോണി എത്തുന്നത്. വള്ളപ്പാട്ടുകളും ആർപ്പുവിളികളും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ഓണാഘോഷങ്ങളുടെ ഏറ്റവും കളർഫുൾ വേർഷനാണ് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതായത് 56 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വള്ളപ്പാട്ടുകളും വള്ളസദ്യയ്ക്കും ശേഷമാണ് തിരുവോണം ഉള്ളത്. ഈ തിരുവോണത്തിൽ ഇവിടെ നടക്കുന്ന വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ, അതായത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മങ്ങാട്ടൂർ ഇല്ലത്തു നിന്നും പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് അതായത് ഓണ സാധനങ്ങൾ, അതായത് ഓണസദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. ആ ചടങ്ങുകൾ വളരെ ആഘോഷത്തോടുകൂടി തന്നെയാണ് നടന്നത്. അതായത് പമ്പയാറ്റിലൂടെ പള്ളി ഓടങ്ങളുള്ള അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വള്ളസദ്യ തിരുവോണത്തോണി എത്തുന്നത്. വള്ളസദ്യക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് തിരുവോണത്തോണി എത്തുന്നതും അത് അതായത് അലങ്കരിച്ച് വലിയ ആഘോഷമായിട്ട് തന്നെ വള്ളപ്പാട്ടുകളുമായിട്ടാണ് എത്തുന്നത്. വിവിധ കരക്കാരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇവിടെ ഈ ഒരു ആഘോഷങ്ങൾ നടക്കുന്നതും. അതായത് മധ്യ കേരളത്തിലെ ഏറ്റവും വിപുലമായ ഒരു ഓണാഘോഷം എന്ന് തന്നെ പറയുന്ന തരത്തിലാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, വള്ളസദ്യ ലോക പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ആറന്മുള വള്ളസദ്യ. ഈ ഒരു വള്ളസദ്യ നിരവധി അതായത് ഈ വള്ളസദ്യ ലോക പ്രശസ്തമാകുന്നത് ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് കൂടിയാണ്. അതായത് നിരവധി വിഭവങ്ങൾ ചേർന്നുള്ള ഒരു സദ്യ തന്നെയാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത്. അപ്പം അത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇവിടെ ഓണം നടക്കുന്നത്, അല്ലെങ്കിൽ ഓണാഘോഷങ്ങൾ നടക്കുന്നത് എന്നതും വലിയ ഒരു കാര്യം തന്നെയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവർ വള്ളപ്പാട്ടുകാരാണ്, വിവിധ കരക്കാരാണ്. അപ്പോൾ ഇവരാണ് വള്ളപ്പാട്ടുമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നതും തിരുവാറന്മുളയപ്പന് ഇവിടെ തിരുവാറന്മുളയപ്പന് മുന്നിൽ വള്ളപ്പാട്ടുകളുമായി എത്തുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഏത് കരക്കാരാ? കോഴഞ്ചേരി. ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ രാവിലത്തെ ആഘോഷങ്ങളൊക്കെ? ഗംഭീരമായിരുന്നു. പിന്നെ മഴ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാക്കിയെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ. ഭഗവാന്റെ കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കുമല്ലോ, സ്വാഭാവികമാണ്. നമുക്ക് വേണ്ടി ഒരു വള്ളപ്പാട്ട് പാടുന്നുണ്ടോ? തീർച്ചയായിട്ടും പാടാം. പാടാം. ഒരു 2 ശീലം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. എന്തായാലും ചെന്താമര കണ്ണൻ എന്നെ കാണുന്നേരം. എന്തായാലും ചെന്താമര കണ്ണൻ എന്നെ കാണുന്നേരം. എന്തായാലും ചെന്താമര കണ്ണൻ എന്നെ കാണുന്നേരം. ജയ് ജയ് തകതീരകതോ തീരതിത്തോ ദിഗിതോ. സന്തോഷിക്കും സൽക്കരിക്കും, സന്തോഷിക്കും സൽക്കരിക്കും, സന്തോഷിക്കും സൽക്കരിച്ചയക്കെയും ചെയ്യും. സന്തോഷിക്കും സൽക്കരിച്ചയക്കെയും ചെയ്യും. സന്തോഷിക്കും സൽക്കരിച്ചയക്കെയും ചെയ്യും. ഓ തകതീരകതോ തീരതിത്തോ ദിഗിതോ. ബന്ധുവില്ലാത്തവർക്കൊക്കെ, ബന്ധുവില്ലാത്തവർക്കൊക്കെ, ബന്ധുവില്ലാത്തവർക്കൊക്കെ ബന്ധുവായ ഭഗവാനെ. ബന്ധുവില്ല
മനോഹരമായിട്ടൊരു വള്ളപ്പാട്ടാണ് നമ്മൾ ഇവിടെ കേട്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് നമുക്ക് വേണ്ടി ഒരു വള്ളപ്പാട്ട് ഇവിടെ പാടിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം ഈ കൂട്ടത്തിൽ, അതായത് ഈ വള്ളക്കാരുടെ കൂട്ടത്തിലും കരക്കാരുടെ കൂട്ടത്തിലും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. അതായത് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട, എല്ലാ പ്രായത്തിലും പെട്ട ആളുകളും ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഈ ഒരു ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വലിയൊരു ഇത് തന്നെയാണ്. മോനെ പേരെങ്ങനെയായിരുന്നു? സിദ്ധാർത്ഥ്. ഓക്കെ, വളരെ നന്നായിട്ട് പാടി. എന്തായാലും സിദ്ധാർത്ഥനാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വളരെ മികച്ച ഒരു രീതിയിലാണ് ഈ ഒരു നമുക്കൊരു വള്ളപ്പാട്ട് പാടിയത്. എന്തായാലും വളരെ നന്ദി. ഓക്കെ ശരി. എന്തായാലും ഓണാഘോഷം ഹാപ്പിയാണ്. എന്തായാലും ഇതാണ് നമ്മുടെ ആറന്മുളയിലെ കാഴ്ചകളും ആറന്മുളയിലെ വിശേഷങ്ങളും.